എന്റെ പൊന്നു മോളെ, എനിക്ക് കുഴപ്പമില്ലടാ. നീ ഇങ്ങനെ പറയണ്ട. എനിക്ക് അറിഞ്ഞൂടെ നീ മനഃപൂർവ്വം എന്നെ ബർത്ത്ഡേ പാർട്ടിക്ക് വിളിക്കാതിരിക്കൂലെന്ന്. എന്നാലും എനിക്ക് ഭയങ്കര വിഷമായടാ, നിന്നെ വിളിക്കാൻ മറന്നില്ല ഞാൻ. ഇല്ലടാ, പ്രശ്നമില്ല. എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്നാലും നിനക്ക് ആ ഗ്രൂപ്പില് ഫോട്ടോ കണ്ടപ്പോ നല്ല വിഷമായിട്ടുണ്ടാവും, എനിക്കറിയാം. എടാ, ഞാൻ സത്യം പറഞ്ഞ ഫോട്ടോ കണ്ടില്ലേ. ഞാൻ ഇപ്പഴാ ഫോൺ എടുത്തത്. കുറച്ച് തിരക്കായിരുന്നു ഇവിടെ, ചേട്ടനും കൂടി ഉണ്ടല്ലോ. എന്നാലും സോറി എടാ, സോറി. ഒന്നും വിചാരിക്കല്ലേ പ്ലീസ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. എന്തായാലും എനിക്ക് പോന്നിട്ടും പരിപാടി ഉണ്ടായിരുന്നല്ലോ, അപ്പൊ പിന്നെ പ്രശ്നമില്ലടാ. എടാ സത്യമായിട്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? ഇല്ലെന്നേ, സത്യമായിട്ടില്ല. എന്നാ ശരിയടാ, ഞാൻ പിന്നെ വിളിക്കാം. ശരി, ഓക്കെ. ഇവളിങ്ങനെ ഒരു പാവമായി പോയല്ല. എന്താ കാര്യം? അതേട്ടാ, ഇന്നലെ ഞങ്ങള് 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പിൽ എല്ലാരും കൂടി അവിടെ വെച്ച് മീറ്റ് ചെയ്തില്ലേ. അന്നേരമാണ് അറിഞ്ഞത് രേഷ്മയുടെ ബർത്ത്ഡേ ആണെന്ന്. അന്നേരം ഞങ്ങളെല്ലാരും വിഷ് ചെയ്ത് പോരുകയും ചെയ്ത്. അവളാണെങ്കിൽ അന്നേരം അത് 2-3 പേരെയും വിളിച്ചുകൊണ്ട് ഷെയ്ക്ക് കുടിക്കാൻ പോയി. അതിനിട്ട് അവിടെ ഇരുന്നാണ് ആലോചിച്ചത്, അയ്യോ എന്നെ വിളിച്ചില്ലല്ലാന്ന്. അപ്പൊ വീട്ടിൽ വന്നിട്ട് പറയുകയാണ്, നീതു ഞാൻ മറന്നു പോയടി നിന്നെ വിളിക്കണ കാര്യം. നീ എല്ലാരും കൂടി ഇരിക്കുമ്പോൾ നിന്നോട് പറയണ എങ്ങനെയാണ്. അപ്പൊ അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് പറയാലാന്ന് ഓർത്തപ്പോ നീ ആദ്യം പോയില്ലേ, അതുകൊണ്ട് ഞാൻ മറന്നുപോയി എന്നൊക്കെ. അവളുടെ ബർത്ത്ഡേ ഫോട്ടോ എന്തോ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടെന്നാ, ഞാനത് കണ്ടൊന്നുമില്ല. അവള് പാവം, അവള് മറന്നുപോയതായിരിക്കും, അല്ലാണ്ട് അവൾ എന്നെ വിളിക്കാണ്ടിരിക്കൂല. എടിയേ, ഞാൻ പറയണോണ്ടൊന്നും തോന്നരുത്. നിന്നെ മനഃപൂർവ്വം അവള് വിളിക്കാതിരുന്നായിട്ടാണ് എനിക്ക് തോന്നണത്. അതാണ് അവൾ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞത്. അവളെ അങ്ങനെ മനഃപൂർവ്വം എന്നെ വിളിക്കാതിരിക്കൂല, അതെനിക്ക് ഉറപ്പാണ്. നിനക്ക് എന്താണ്, നീ നല്ല കൂട്ടുകാരിയായിരുന്നെങ്കിൽ നിന്നെ ആദ്യം അവളെ ഓർത്തേനെ വിളിക്കാനായിട്ട്, അല്ലേ? അവളങ്ങനെ ഒരാളല്ല ചേട്ടാ. ചേട്ടൻ അവളെ അറിഞ്ഞൂടാത്തോണ്ടാണ്. എനിക്ക് തോന്നണം നിനക്കാണ് അവളെ അറിഞ്ഞൂടാത്തതെന്ന് കേട്ടാ. A few moments later. എന്നാലും അവൾ എന്നെ വിളിച്ചില്ല, ദുഷ്ടത്തി. ഗ്രൂപ്പിൽ ഇങ്ങനെ ഫോട്ടോ ഇട്ടിരിക്കുകയാണ്. അല്ലെങ്കിലും അതെനിക്ക് അറിയാനുള്ള സ്വഭാവം. അവള് പണ്ട് എന്നോട് ഇങ്ങനെ തന്നെ കാണിക്കാറുണ്ട്. ഇതിന് മുന്നേ പ്രാവശ്യം മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് എനിക്കറിയാനുള്ള സ്വഭാവം. ദുഷ്ടത്തി എന്നെ വിളിച്ചില്ല, ഷെയ്ക്കും മേടിച്ചതില്ല സാധനം. ഞാൻ എന്റെ ബർത്ത്ഡേക്ക് അവൾക്ക് ഒന്നും മേടിച്ചു കൊടുക്കൂല. നോയിക്കോ.